ഇപ്പം ഞാൻ ഇന്നലെ ബാംഗ്ലൂരായിരുന്നു. 6:15 ഫ്ലൈറ്റിലാണ് ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് ഫ്ലൈറ്റ് കയറുന്നത്. ഞാൻ സാധാരണ ഫ്ലൈറ്റിൽ കയറിയാൽ പുസ്തകം മാത്രം വായിക്കുന്നൊരു മനുഷ്യനാണ്. ഇന്നലെയും എൻ്റെ കയ്യിൽ ഒരു പുസ്തകമുണ്ട്. ഞാനിങ്ങനെ പുസ്തകം വെച്ച് എൻ്റെ ഫ്ലൈറ്റിലിരിക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്തുള്ളൊരു പെൺകുട്ടി ആ ഫ്ലൈറ്റ് മൂവ് ആകുന്ന നിമിഷം മുതൽ നല്ല കരയുന്നുണ്ട്. ഈ കരച്ചിൽ കണ്ടപ്പോൾ എനിക്ക് എൻ്റെ വായന പൂർത്തിയാക്കാൻ കഴിയുന്നില്ല. തുളുവിൽ സംസാരിച്ചിട്ടാണ് ആ കുട്ടി ബാംഗ്ലൂർ എയർപോർട്ടിൽ നിന്ന് കരയുന്നത്. ഞാൻ അവസാനം സഹിക്കാൻ കഴിയാതെ ഞാൻ ചോദിച്ചു, തുളുവിൽ തന്നെ ചോദിച്ചു, എങ്ങോട്ടേക്കാണ് പോകുന്നത്? ബാംഗ്ലൂരാണ് സർ. എന്തിന് കരഞ്ഞത്? ഫാമിലിയിൽ എന്തെങ്കിലും വല്ല പ്രശ്നമുണ്ടായോ, വല്ല മരണ വാർത്ത അറിഞ്ഞിട്ടാണോ പോകുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ പിന്നെ തുടച്ചിട്ട് ആ കുട്ടി അറിഞ്ഞു, ഞാൻ ക്യാബിൻ ക്രൂ ആയി ഫ്ലൈറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ കയ്യിൽ പച്ച കുത്തിയിട്ട് ആ പച്ച കുത്തിയ കാരണം കൊണ്ട് ഞാൻ ഇൻ്റർവ്യൂവിൽ ക്യാബിൻ ക്രൂ ആകുന്ന ഒരാൾക്ക്, പച്ച കുത്തിയ ഒരാൾക്ക് ജോലി എടുക്കാൻ പാടില്ല. ഇത് മായുന്നുമില്ല, പണ്ടപ്പോഴെ കുട്ടിക്കാലത്തിട്ടത്. അതിൻ്റെ ടെൻഷനിൽ ഞാൻ എൻ്റെ ഫാമിലിയോട് കരഞ്ഞു നടന്നു. ഞാൻ ഉടനെ ആ കുട്ടിയുടെ നമ്രത എന്നറിയുന്ന ഒരു സുള്ളിക്കാരിയായ കുട്ടി, ഞാൻ ആ കുട്ടിയുടെ ബയോഡാറ്റ ഞാൻ പറഞ്ഞ്, മോളെ, കരച്ചിലെന്നറിയുന്നത് ജീവിതത്തിൽ വളരെ അപൂർവമായിട്ടുള്ള കണ്ണീരാണ്. അത് പ്രിയപ്പെട്ടവർ മരിക്കുമ്പോൾ കരയാം, അല്ലാതെ തൊട്ടതിനും വെച്ചാലും ഈ കരച്ചിൽ ഇങ്ങനെ നിങ്ങളെ കരയാൻ പാടില്ല. ഞാൻ പറഞ്ഞ് ഒരാഴ്ച കൊണ്ട് മോൾക്ക് എനിക്ക് കഴിയുന്ന രീതിയിലൊരു ജോലി ഞാൻ ശരിപ്പെടുത്തും, ജോലിയാണല്ലോ പ്രശ്നം എന്നറിയുന്ന രീതിയിൽ ഞാൻ ആശ്വസിപ്പിച്ച് ഫ്ലൈറ്റിൽ നിന്നിറങ്ങി വന്ന ഒരാളാണ്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഇവിടെയുള്ള ഒരുപാട് ആളുകൾ, ഞാൻ എല്ലാവരെയും എനിക്കറിയുന്ന എൻ്റെ പ്രിയപ്പെട്ടവരാണ്, എൻ്റെ നാട്ടുകാരാണ്, എൻ്റെ ബന്ധുക്കളുണ്ട്, എൻ്റെ കൂടെ പഠിച്ച ആളുകളുണ്ട്, എല്ലാവരും എൻ്റെ നാട്ടുകാരാണ്. കുടുംബശ്രീ എന്ന് പറയുന്ന നിങ്ങളുടെ ഒരു വലിയ കൂട്ടായ്മയാണ് ലോകത്തിനും കേരളത്തിൻ്റെ വലിയ അസറ്റായിട്ട് മാറിയത്. അപ്പോൾ ബാക്ക് ടു ഫാമിലി കഴിയുമ്പോൾ കേവലം ഒരു പഞ്ചായത്തിൻ്റെ, ജില്ലാ പഞ്ചായത്തിൻ്റെ പ്രോഗ്രാം എന്നതിനപ്പുറം നമ്മളിൽ നിന്നൊരു മാറ്റം വരണം. എന്തായാലും നിങ്ങളൊരു ചേഞ്ച് കൊണ്ടുവരണം. നിങ്ങൾ എത്ര ആളുകൾ നിങ്ങളുടെ മക്കളോട് മനസ്സ് തുറന്ന് സംസാരിക്കുന്ന ആളുകളുണ്ട്? നമ്മളെ പെൺകുട്ടികളൊക്കെ പലപ്പോഴും വലിയ രീതിയിൽ ടെൻഷനിലേക്ക് പോകുന്ന കാര്യം ടീച്ചേഴ്സ് ഷെയർ ചെയ്യാറുണ്ട്. കാരണം അമ്മയോട് സംസാരിക്കാൻ സമയമില്ല, അമ്മക്കാണെങ്കിൽ മക്കളോട് സംസാരിക്കാൻ സമയമില്ല. അപ്പോൾ ഇതൊക്കെ ഒരു മാറ്റിമറിക്കുന്ന ഒരു പ്രോഗ്രാമാണ് ബാക്ക് ടു ഫാമിലി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. മക്കൾ ഡ്രഗ്സിൽ പെട്ടതിന് ശേഷം ടെൻഷൻ അടിക്കുന്നതിനേക്കാളും ആ കുട്ടിയെ എല്ലാ ദിവസവും ഒന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ആ കുട്ടി ഡ്രഗ്സിലേക്ക് പോവില്ല. അപ്പോൾ എല്ലാത്തിനും ഉത്തരവാദി പാരൻസായി മാറുന്നുണ്ട്. ഞാൻ ദീർഘിപ്പിക്കുന്നില്ല. ഈ ഞായറാഴ്ച നിങ്ങളെ കാണാൻ കഴിഞ്ഞാൽ വല്ലാത്ത സന്തോഷമുണ്ട്.